അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മേഖലയിലുള്ള കുത്തകവൽക്കരണം അവരെ ബാധിക്കുന്നതിനെ കുറിച്ചാണ്. കേരളത്തിലെ പൊതുജനങ്ങൾ ആയുർവേദത്തിനെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും അറിയാം. കാരണം ഇവിടുത്തെ വലിയൊരു സമൂഹം ആൾക്കാർ ആയുർവേദവും ഒരു ചികിത്സാ പദ്ധതിയായി അംഗീകരിച്ചുകൊണ്ട് അതിന്റെ ഗുണം പറ്റുന്നവരാണ്. അപ്പൊ ഈ കുത്തകവൽക്കരണം ആദ്യമേ ചെയ്യുന്നത് തന്നെ ഇതുപോലെയുള്ള വഴിതിരിഞ്ഞ് ആയുർവേദത്തിലേക്ക് പോകണമെന്നാണ് പറയുന്നത് സാറേ. പിന്നെ ഇതും എല്ലാവരും അറിയേണ്ട ഒരു കാര്യമല്ലേ സാറേ? കാരണം ഇവിടെ കുത്തകവൽക്കരണം കാരണം മറ്റുള്ളവർക്കും ഇത് ബാധിക്കപ്പെടുന്നുണ്ട്. കാരണം അവർ ആയുർവേദം പോലുള്ള ഒരു ചികിത്സാ സമ്പ്രദായത്തെ അത് മുളയിലെ അത് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് അവർ നടത്തുന്നത്. കാരണം അവർക്ക് പ്രിവെന്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞ, അതായത് ഒരു രോഗം വരാതിരിക്കാനുള്ള കാരണങ്ങളെ അല്ല സാധ്യതകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആയുർവേദം എന്ന ശാസ്ത്രം അവര് ഒരു സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ 95% ഓഫ് ഡെത്ത് ഇൻ കേരള ആർ ഡ്യൂ ടു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആയുർവേദമാണ്. അവിടെ ആയുർവേദത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ കുത്തകകൾ ഇവിടെ ഓരോ അവരുടെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സാർ, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞാൻ ഈ ഒരു വേദിയിൽ അത് പറയാൻ ശ്രമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.